വലിയ നേട്ടം തന്നെയാണ്. കാരണം 26 ലോകകപ്പ് വരികയാണ്, അർജന്റീന സ്പെയിൻ ഫിനാലിസിന് വരിക, അതിൻ്റെ തൊട്ട മുമ്പ് കേരളത്തിൽ വരിക എന്നുള്ളത്. അപ്പോൾ മെസ്സി വന്നതിന് ശേഷം എന്നുള്ളത് നമ്മളെ കേരള കായിക മേഖലയെ കൂടെ ഉത്തേജിപ്പിക്കേണ്ടതില്ലേ? ഈ ഫുട്ബോൾ മേഖലയിലൊക്കെ നമ്മളെ പോരായ്മകളൊക്കെ പരിഹരിക്കുക, അതിനും കൂടെ ഊർജ്ജമാവുമത്. നോക്കൂ, നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ഗവൺമെൻറ് രണ്ടാം ഗവൺമെൻറ് വന്നതിന് ശേഷം ലക്ഷ്യം വെച്ചു. അതിലൊന്നായിരുന്നു ISSK. അത് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ISSKയിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഫുട്ബോൾ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. അതിലാണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ലീഗ് അനൗൺസ് ചെയ്തു. അതിന് ശേഷം കേരള ഫുട്ബോൾ അസോസിയേഷൻ ലീഗ് അനൗൺസ് ചെയ്തു. അതൊക്കെ അതിന് ശേഷം ഉണ്ടായതല്ലേ. മാത്രമല്ല വലിയ പരിശീലന പരിപാടികൾ, ഇപ്പോൾ ഗോൾ അടക്കമുള്ള പദ്ധതികൾ നമ്മൾ അനൗൺസ് ചെയ്തു. നല്ല റിസൾട്ടാണ്. ഇപ്പോൾ GB രാജ നോക്കൂ, അതിന് ശേഷമല്ലേ നമ്മൾ ഡെവലപ്പ് ചെയ്ത്. സുബ്രതോ കപ്പിൽ 2ാം സ്ഥാനത്ത് എത്തിയില്ലേ. വളരെ പിന്നിൽ നിന്നിരുന്ന ടീമുകളായിരുന്നു. ഇന്ന് അവർ ഇപ്പോൾ അത്ലറ്റ് മീറ്റ് നടന്നു. എത്രയോ സ്വർണം, 16 സ്വർണം, 10 വെള്ളി, ബ്രോൺസ് എല്ലാം കിട്ടില്ല. എത്ര മെഡലുകൾ കിട്ടി. അപ്പോൾ കായിക മേഖലയിൽ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. 3500 കോടി രൂപ 9 വർഷത്തെ കണക്കുകളെടുത്താൽ NMLA ഫണ്ടുകൾ, പ്ലാൻ ഫണ്ട്, ബഡ്ജറ്റ് വീതം, കിഫ്ബി 3500 കോടി രൂപ നമ്മൾ കേരളത്തിൽ കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും സ്റ്റേഡിയം ഉണ്ടാക്കുക എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ മറുപടി പറയാം? ഇതൊരു പൊളിറ്റിക്കൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ 6 മാസം കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു നേട്ടം കൂടിയാക്കി മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് താങ്കൾ മത്സരിക്കുന്ന മണ്ഡലം ഉൾപ്പെടെ ഈ ഒരു മലബാർ അല്ലെങ്കിൽ ഒരു ഫുട്ബോളിലേക്ക് ഒരു ഇറ്റില്ലമാണ്. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ നേട്ടമായി അത്തരത്തിലുള്ളൊരു ഡെവലപ്മെന്റ്സ് കൂടി ഉണ്ടോ ഇതിനകത്ത്? മത്സരിക്കുന്ന മണ്ഡലമല്ല, മത്സരിച്ച മണ്ഡലം. അതാണ് ശരി. അപ്പോൾ അതും ഇതും ബന്ധമുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണ നിങ്ങൾ വളരെ കൂടുതൽ ചോദിച്ചോ പറഞ്ഞു എന്തുകൊണ്ടാണ് 26 നിങ്ങൾ എടുക്കാത്ത ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. അതാണ് അതിൻ്റെ ഉത്തരം. നമ്മളെ ഇലക്ഷൻ സമയത്ത് ഇതൊന്നും അല്ലല്ലോ. ഇത് ഓണം സമയമാണ് നമ്മൾ ആഗ്രഹിച്ചത്, ഒക്ടോബർ നവംബർ ഈ ഒരു സമയം. ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീസണാണ്, നല്ല കാലാവസ്ഥയാണ് നവംബർ ഡിസംബർ കേരളത്തിൽ. അപ്പോൾ ആ കാലാവസ്ഥയിലാണ് കളിക്കാരൊക്കെ കൊണ്ടുവരാൻ നല്ലത്. അങ്ങനെയാണ് ആഗ്രഹിച്ചത്. പിന്നെ അടുത്ത വർഷമാകുമ്പോൾ പുതിയ വേൾഡ് കപ്പ് 2026 വരുമ്പോൾ നമ്മൾ ഇപ്പോൾ മെസ്സി തന്നെ, അദ്ദേഹം തന്നെ ഇപ്പോൾ വിരമിക്കാൻ പോയി എന്നിപ്പോൾ കേൾക്കുന്നു, വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്.